ആയി. അപ്പോൾ അടുത്ത നന്മമരം ബാദുഷാ വീണിരിക്കുവാണ്. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ഹരീഷ് കണാറിനെ കുറേ നാളെന്തുകൊണ്ട് സിനിമയിൽ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയില്ലേ? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാദുഷാ കുറച്ച് വർഷം മുന്നേ ഒരു 20 ലക്ഷം രൂപ മേടിച്ചു. പുള്ളിക്ക് ഇവിടെ സ്ഥലം മേടിക്കാനുള്ളതായിരുന്നു. അടുത്ത ആഴ്ച തരാൻ പോലെ എൻ്റെ ഒരു പടം റിലീസാണെന്ന് പറഞ്ഞു. പടം കഴിഞ്ഞ് ഇപ്പോൾ എത്ര വർഷമായി? കൊറോണയ്ക്ക് മുന്നെയാണ്. ഇതുവരെയായിട്ടും കൊടുത്തിട്ടുമില്ല. അതുമല്ല, പുള്ളി ഹരീഷ് കണാരെ തിളങ്ങി നിന്ന ഒരു സമയമുണ്ട്. നല്ല സ്പീഡായിട്ട് ഇങ്ങനെ എല്ലാ 1 by 1 സിനിമകൾ ചെയ്ത് എല്ലാ സിനിമകളുടെയും ഒരു അവിഭാജ്യ ഘടകമായിട്ട്, ഒരു വിജയ ഘടകമായിട്ട് മാറിക്കൊണ്ടിരുന്ന സമയം. ഞാൻ ഡേറ്റ് നോക്കിക്കോളാം മോനെ എന്ന് പറഞ്ഞു. പുള്ളി ഡേറ്റ് നോക്കി. പിന്നെ ഇതുവരെയായിട്ട് സിനിമ വന്നിട്ടില്ല, പൈസയും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ ഇതേപോലെ ഒത്തിരി സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാളുടെ കുറേ നന്മമരങ്ങൾ കണ്ടപ്പോൾ, നന്മ പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു മൊത്തത്തിലൊരു ഉടായ്പമായി എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ പമ്മി നിൽക്കുമായിരുന്നു. ഓരോരുത്തരെ ഇങ്ങനെ മണിയടിച്ച് എല്ലാ പരിപാടിക്കും ഈ പുള്ളി ഉണ്ടാവും. ലാലേട്ടനുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും, മമ്മൂക്ക ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഇങ്ങനെ നൈസായിട്ട് പരിപാടികൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ വലിയ പിടിപാടുള്ളവരെയൊന്നുമല്ല, ഈ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് കയറി വന്ന ചില ആൾക്കാരെയൊക്കെ ഈ ഇയാളുടെ ഇങ്ങനെയുള്ള വലിയ ബന്ധങ്ങളുണ്ടല്ലോ, ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ വലിഞ്ഞു കയറി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഇടക്ക് നിന്ന് അവരുടെ പടത്തിലൊക്കെ ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുള്ളൊരു ചിന്താഗതി, ഇങ്ങനെ ഒരു സംഭവം, ഒരു അക്നോളജ്മെൻറ്റ് നടത്താൻ നമ്മൾ പറയാണ്ട് തന്നെ മീനിങ്ങുകൾ സ്പ്രെഡ് ചെയ്യുന്ന കുറേ ഐറ്റംസാണ് ഇതൊക്കെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒത്തിരി ആൾക്കാരാണ് സിനിമയിൽ വലിയ ഹോൾഡില്ലാണ്ട് നിൽക്കണം. നമ്മളിപ്പോൾ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതേപോലത്തെ സ്റ്റോറികൾ പറയാനുണ്ട്. അവസാനം ഗതി കെട്ടിട്ടാണ് ഹരീഷ് കണാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഈ നടന്ന പറ്റിക്കലിനെ പറ്റി കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. പുള്ളി പ്രധാനമായിട്ടും അമ്മ എന്ന സംഘടനയിൽ ഇല്ലാത്തത് കൊണ്ടുകൂടി ഈ പുള്ളി ആ അവസരം നല്ല രീതിയിൽ ഉപയോഗിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ ഗതി കെട്ടിട്ടാണ് പുള്ളി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. ആ ഇൻ്റർവ്യൂവിലും പുള്ളി ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം അവിടെയും പുള്ളിക്കൊരു ഭയമുണ്ട്, തൻ്റെ അവസരങ്ങൾ ഇത് കൊണ്ട് പോകുമല്ലേ എന്നുള്ളത്. പക്ഷേ പുള്ളിനെ പോലെ ഒരു കലാകാരൻ 20 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാക്കിയ കലാകാരന്മാരല്ല വരുന്നത്. പ്രത്യേകിച്ച് മിമിക്രി എന്നൊക്കെ വന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു എമൗണ്ടാണ്. 20 ലക്ഷം എന്ന് പറഞ്ഞത് ഒരു നിസ്സാര എമൗണ്ട് അല്ല. ഇടയിൽ ബാദുഷാ കുറച്ചെങ്കിലും ഉൾപ്പുണ്ടടാ എനിക്ക് കുറച്ചൊക്കെ ഒരു ചളുപ്പ് വേണ്ടേ? ഈ കഷ്ടപ്പെട്ട് തിന്നണവനെ ഊമ്പിക്കാൻ നല്ല പരിപാടി അറിയാം അല്ലേ? അല്ലാണ്ട് പൈസ ഉള്ള ബാക്കിയുള്ളവരുടെ അടുത്ത് വെറുതെ അല്ല. ഞാൻ ഇന്നൊരു കമൻറ്റ് കണ്ടു, മമ്മൂക്കായൊക്കെ ഇവനെ അകറ്റി നിർത്തിയിരിക്കുന്നത് വെറുതെ അല്ല എന്നുള്ളത്. പോയി ബാക്കി ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിലിങ് വന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം. എന്തായാലും പ്രതികരിക്കും. ഇതിന് 2 തെറി പറയേണ്ട കേസുണ്ട്. ഓക്കെ, ബൈ.